താങ്കളുടെ ജീവിതത്തിൽ ഒരു ഇൻസ്പിറേഷൻ ആരാണ്? എങ്ങനെയാണ് ഇത്രയും കഷ്ടതകളിൽ നിന്നും ഈ ഒരു ഇവിടേക്ക്? എല്ലാവരും പറയും എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ ഒരാളെ പറയും. എനിക്ക് അങ്ങനെ ഒന്നുമില്ല. എൻ്റെ സ്വന്തം കുരുത്തക്കേട് കൊണ്ടാണ് ഇത് അനുഭവിച്ച് ഇത്രയും വന്നത്. എല്ലാം എനിക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ വയറിങ് ജോലി ചെയ്തിട്ടുണ്ട്. ഈ വയറിങ് ഒക്കെ എനിക്കറിയാം. പ്ലംബിങ്, ഈ മറ്റേ സീലിങ്, പിന്നെ കണക്ട് ഈവന്റ്, പിന്നെ തടി കയറ്റണത്, അതൊക്കെ എല്ലാത്തിനും പോയിട്ടുണ്ട്. പിന്നെ അഭ്യാസം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. കളരി, കരാട്ട, ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. എല്ലാം. ഏറ്റവും ഡേഞ്ചറസ് ഒരു കലയാണ് വർമ്മകല, കളരി. അതെ, അതിലൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. 6 വർഷം പഠിച്ച് വർമ്മം, നിങ്ങളുടെ ദേഹത്തുള്ള എത്ര വർമ്മ കൊണ്ടല്ല എനിക്കറിയാം. അല്ല, അങ്ങനെ നമ്മളൊക്കെ വലിയ ആൾ നോക്കി ഈ കാലത്ത് കോമ്പറ്റീഷനൊക്കെ പോയിട്ടുണ്ട്. ഗോൾഡ് മെഡലൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. ഞാൻ ഡൽഹിയിൽ പോയി തന്നെ ഗോൾഡ് മെഡലൊക്കെ എടുത്തിട്ടുണ്ട്. എനിക്ക് ജയിക്കണം, എവിടെ പോയാലും ജയിക്കണം. പോകത്തില്ല, പേടിച്ചൊന്നിലും ബാക്ക് വാങ്ങിക്കില്ല. തോക്കണം, ജയിക്കണം. പോയാ ജയിച്ചിട്ടില്ല. ഇന്ന് വയ്ക്കുന്ന ദൈവം അങ്ങനെ വെച്ചിട്ടുള്ള. പിന്നെ നമ്മളെ ഇൻട്രസ്റ്റ് ഒക്കെ വേറെ ആയിപ്പോയി. എന്താണ് ഇപ്പോഴത്തെ ഒരു ഇൻട്രസ്റ്റ്? എന്താണ് ഇൻട്രസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല പൈസ ഉണ്ടാക്കണം. എത്ര കോടി തവണ ഉണ്ടാക്കണം, എല്ലാവരും ഹെൽപ്പ് ചെയ്യണം. ഇതൊക്കെയാണ് എൻ്റെ ഒരു ഇൻട്രസ്റ്റ്. അല്ലാതെ ഡ്രീമായിട്ട് എനിക്ക് അങ്ങനെ ഒന്നുമില്ല. ഇത്രയും പൈസ ഉണ്ടെങ്കിൽ ഒരു മനുഷ്യ സ്നേഹി കൂടിയാണ് താങ്കൾ. അതല്ലേ, നമുക്ക് എത്ര കോടി രൂപ കൊടുത്താലും ഈ ഒരു മനുഷ്യനെ ജെന്യൂനായിട്ട് ഒരു മനുഷ്യനെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് എത്ര കോടി രൂപ കൊടുത്താലും കിട്ടൂല. എനിക്ക് അങ്ങനെയാണ്. നിങ്ങൾ എത്ര കോടി രൂപ കൊണ്ടുള്ള ഫണ്ടിൽ വെച്ചാലും എനിക്ക് സ്നേഹം വന്നാലേ ജെന്യൂനായിട്ട് സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? നിങ്ങളുടെ അടുത്ത് എനിക്ക് എന്തെങ്കിലും തോന്നുന്നു, നിങ്ങൾ ജെന്യൂനായിട്ട് തോന്നുന്നു, ഇല്ലെങ്കിൽ നിങ്ങൾ അടുത്തൊക്കെ നിങ്ങൾ എങ്ങനെയായിരുന്നു, നിങ്ങൾ കൊലകാരനായി ഇല്ലെങ്കിൽ കൊള്ളക്കാരനായി എന്തായിക്കോട്ടെ, പക്ഷെ എൻ്റെ അടുത്ത് നിങ്ങൾ എങ്ങനെയാണ്, എനിക്ക് ജെന്യൂനിറ്റി തോന്നുന്നു. മനസ്സിലായില്ലേ? ആ ജെന്യൂനിറ്റി ഇപ്പോൾ ഈ മനുഷ്യ ലോകത്ത് എല്ലാവരും നല്ലവനായിരിക്കും, തെറ്റ് ചെയ്യാത്ത ഒരു മനുഷ്യനില്ല. മനസ്സിലായില്ലേ? ഓരോ സിറ്റുവേഷനിൽ ഓരോന്നും ചെയ്യും. നമ്മളെ സ്നേഹിക്കണവർക്ക് ആപ്പോസിറ്റ് നമ്മൾ അതേപോലെ ജെന്യൂനായിട്ടിരിക്കണം. എല്ലാവർക്കും നല്ലവനായിരിക്കും വെച്ച് നടക്കാത്ത കാര്യം. നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ ജെന്യൂനായിട്ട് ഇരിക്കുക. അങ്ങനെയുള്ള ആൾക്കാർ എങ്ങനെയാണ് ഒരു സാധാരണക്കാരന് താങ്കളുടെ അടുത്തേക്ക് ഒരു സഹായം തേടാൻ പറ്റുന്നത്? എനിക്ക് എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. വലിയ ആളൊന്നും അങ്ങനെ ഒന്നുമില്ല. എപ്പോൾ വേണമെങ്കിൽ വിളിക്കുക, എപ്പോൾ എല്ലാ VIPs നിങ്ങൾ കണ്ടിട്ടുണ്ട്, എല്ലാവരെയും കണ്ടിട്ടുണ്ട്. ഫോട്ടോ പോലും പുറത്ത് കണ്ടില്ല. കണ്ടാലും അത് കാണുന്ന മാനേജർ ഇവതൊക്കെ. നിങ്ങൾ ഗൂഗിളിൽ പോയി ഡോക്ടർ ആഷിൻ ബർമൻ കോൺടാക്ട് നമ്പർ അടിച്ച് എൻ്റെ ഫോൺ നമ്പർ വരും, എൻ്റെ അഡ്രസ്സ് വരും, എൻ്റെ ഡീറ്റെയിൽ വരും, എൻ്റെ ഓഫീസ് A to Z എല്ലാം നല്ല ലൈവായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒളിച്ചിട്ടോ പറ്റിച്ചിട്ടോ എവിടെ പോകാൻ മനസ്സിലായില്ലേ? നമ്മളെ കൊണ്ട് പറ്റണത് ഈ പറ്റിക്കണൊക്കെ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടാക്കി ഞാൻ അങ്ങനെ ആവണം, കൊടീശ്വരനാവണം, അങ്ങനെ ആഗ്രഹമുള്ളവരെ ഈ പറ്റിക്കണൊക്കെ. നമുക്ക് അങ്ങനല്ല, നമുക്ക് അതൊന്ന് ജീവിച്ചു പോകണം. പിന്നെ ഭയങ്കര ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽപ്പിംഗ് മെന്റാലിറ്റിയാണ് എനിക്ക്. എല്ലാവരും ഹെൽപ്പ് ചെയ്യണം. വീട്ടിലൊക്കെ എല്ലാവരും എന്നെ ഒരുപാട് വളക്കമായി ചെയ്യാതെ, നിന്റെ കൈ നോക്കി, നീ വരുന്നില്ല ഇപ്പൊ നോക്കാത്ത അടുത്തുള്ള കാര്യം അങ്ങനെ എനിക്ക് അങ്ങനെ വിചാരിക്കും. ചിലപ്പോൾ സെൽഫിഷ് ആയിട്ട് എനിക്ക് തോന്നും, ഇനി ഇങ്ങനെ ഇരിക്കണം. ഒരു അനുഭവങ്ങളൊക്കെ കിട്ടുമ്പം ഒരുപാട് സ്നേഹിച്ച് നമ്മളെ പറ്റിച്ചിട്ട് പോകുമ്പോൾ ഇങ്ങനെ തോന്നും. പുറത്തുള്ള ഒരാൾ നമ്മളെ പറ്റിക്കില്ല, നമ്മൾ കൂടെ ഇരുന്നിട്ട് തന്നെ നമ്മൾ പറ്റിക്കില്ല. അതാണ് എല്ലാവർക്കും എന്നെ അറിയാം. ഈ സെന്റിമെന്റിലാണ് നമ്മളെല്ലാവരും ഇതാക്കുന്നത്. പുറത്തുള്ള ഒരുത്തനും നമ്മൾ അടുത്ത് പോലെ ഒന്നും നമ്മളെ പറ്റിക്കില്ല. അത് നന്നായിരിക്കും നമുക്ക് മുമ്പിൽ. പക്ഷെ നമ്മളെ കൂടെ നമ്മളെ കുറിച്ച് അറിഞ്ഞ് നമ്മളെ കഷ്ടങ്ങളും നമ്മളെ മറ്റ വേദനകളും എല്ലാം അറിഞ്ഞവൻ തന്നെ നമ്മളെ പറ്റിച്ചു പോകും. അവനെ കൊണ്ടേ പറ്റൂ. ഇത്രയും ആശലാണ്, ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ ഇവിടെ അവൻ നിൽക്കും. ഇതാണ് അവരിത്. അപ്പം അവരെ മുമ്പിൽ മാത്രം തന്നെ നമ്മള് ഒരു സീറോ പോലെ, ബാക്കിയുള്ളതിന് മുമ്പിൽ ഹീറോ. എനിക്കങ്ങനെ ഇതൊക്കെ ആവണമല്ലോ. എനിക്ക് ചോദിച്ചാൽ മാക്സിമം വണ്ടി എവിടെ പോയാലും എനിക്കൊരു 10 ഇത് വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വീണാലും നമുക്ക് കൂടെ താങ്ങലായിട്ടൊരു നമ്മൾ ജെന്യൂനായിട്ട് വേണം. അല്ലാതെ എൻ്റെ ഫേസ് വെച്ചിട്ട് നമുക്ക് കൂടെ ഒരാൾ ഇരുന്നിട്ട് കാര്യമില്ല. എത്ര വർഷം ഇരുന്നാലും വേസ്റ്റ്. എനിക്കൊരു ഹാപ്പി. എൻ്റെ മനസ്സിൽ ആയിരത്തും വരും ഇന്ന് വയ്ക്കുന്ന കാണുന്ന എല്ലായിടത്തും എൻ്റെ ഇത് കൊണ്ട് സ്വഭാവം കൊണ്ട് കാണിട്ടില്ല. എന്തുണ്ടെങ്കിലും എത്ര വലിയ ആളായാലും ഓപ്പണായിട്ട് സംസാരിക്കും. എനിക്കിത് തെറ്റെന്ന് പറയും, എനിക്ക് തോന്നിയെന്ന് പറയും. എന്തുകൊണ്ട് ഓപ്പണായിട്ട് സംസാരിക്കും. എനിക്കത് അങ്ങനെയുള്ള ആൾക്കാരെ എനിക്ക് ഇഷ്ടം. ചുമ്മാ മനസ്സിലൊന്ന് വെച്ചിട്ട് പുറത്ത് കാണിക്കുന്നത് എനിക്ക് ഇഷ്ടം. ഇപ്പം നിങ്ങളുടെ എത്ര സ്നേഹത്തോടെ ഇരുന്നാലും ഒരു നെഗറ്റീവ്
നിങ്ങളടുത്ത് ചെയ്തെന്ന് കണ്ണുകൊണ്ട് കണ്ടിട്ട് നിങ്ങൾ മുമ്പിലും കാണിക്കത്തില്ല. ഞാനങ്ങ് ഓപ്പണായിട്ട് ചോദിക്കും, നിങ്ങൾ ചെയ്ത് തെറ്റാണ് അപ്പം തന്നെ അവിടെ വെച്ച് ഒന്നീ പിണങ്ങും. ഇല്ലെങ്കിൽ ആ റിലേഷൻ നമ്മൾ എത്ര മെൻഡിയാൽ പിണങ്ങി നമ്മൾ എത്ര സ്നേഹിച്ചിരുന്നാലും പഴയ സ്നേഹം വരത്തില്ല. അതാണ് എൻ്റെ ഒരു ഇത്. അതുകൊണ്ട് മാക്സിമം എല്ലായിടത്തും ഒറ്റ സ്നേഹം. എനിക്ക് ആയിടത്തും ഇങ്ങനെ കൂടിക്കോന്നൊന്നുമില്ല. എന്നെ സ്നേഹിക്കണം എല്ലായിടത്തും ഒന്നേ പോലെ എന്നെ സ്നേഹിക്കും. അതിനി എവിടെ റോഡിൽ നിന്നാലും അല്ല എനിക്ക് ഇവിടെ തന്നെ ഇരിക്കും അങ്ങനെയൊന്നുമില്ല. നമ്മൾ അങ്ങനെ അവിടെ അല്ലേ വന്നത്. ഒരു മനുഷ്യൻ അപ്പോൾ താഴെ പോകുന്നതല്ല നമുക്ക് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് എവിടെ വിളിച്ചാലും പോകും, എന്തും ചെയ്യെല്ലാം ചോദിക്കും, ഇങ്ങനൊന്നും ചെയ്യില്ല, അങ്ങനൊന്നും വരുന്നില്ല, നമ്മളെ കാണാം. ഒറ്റ ചെയ്യുമ്പോൾ വണ്ടി എടുത്തിട്ട് പോകും. ഇപ്പോൾ വണ്ടി ഒറ്റയ്ക്കാണ് എനിക്കൊന്നുമില്ലേ. ഇവിടെ ഇന്നലെ തൊട്ട് എൻ്റെ ഫ്രണ്ട്സ് കാര്യങ്ങളെല്ലാം ഇവിടെ ഹോട്ടലുണ്ട്. ഇത് വിളിച്ചില്ല, എല്ലാവരും ഉണ്ട്. പക്ഷെ ഞാൻ ആവശ്യത്തിന് വിളിക്കും, വന്നതില്ല ജസ്റ്റ് കൂടെ. അത് നമുക്ക് ഇവിടെ അടി ഉണ്ടാക്കാനോ പ്രശ്നം ഉണ്ടാക്കാനോ നമ്മൾ ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ മാറുന്നത് അത്രയും. നമ്മളല്ലാതെ ആരടുത്ത് അങ്ങോട്ട് പോയി പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അത് നല്ലതിന് മാത്രം തന്നെ. അല്ല ആരടുത്തും നമ്മൾ ഗുണ്ടായിസം കാണിക്കാനോ ഒന്നുമില്ല. നമുക്ക് ബിസിനസ് നമ്മളെ കാര്യങ്ങൾ, നമ്മളെ ബിസിനസ് വേറെയാണ്. അതിൻ്റെ ഇടയ്ക്ക് ആരും കയറി വരാതിരുന്നാൽ